മധ്യപൂർവേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശവുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. LPG ഉൽപാദനം വർദ്ധിപ്പിക്കണം എന്നതാണ് നിർദ്ദേശം. ഗാർഹിക LPG വിതരണത്തിന് മുൻഗണന നൽകും. പൂഴ്ത്തിവെപ്പ് ഒഴിവാക്കാൻ ഇന്റർ ബുക്കിംഗ് കാലയളവ് 25 ദിവസമാക്കി. പാചകവാതക വില വർധനയിൽ കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ പ്രതിസന്ധിയിലാണ്. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആദ്യം. പശ്ചിമേഷ്യൻ യുദ്ധം അത് കേരളത്തിലെ അടുക്കളകളെയും അത് പൊള്ളിക്കുകയാണ് എന്നതിനുള്ള ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പാചകവാതക സിലിണ്ടറുകൾക്ക് വില കൂടിയതും അതിന്റെ നിയന്ത്രണവും. കാരണം ഇപ്പോൾ പാചകവാതക സിലിണ്ടറുകൾ നിലവിൽ കിട്ടാനായിട്ടില്ല. വാണിജ്യ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ഈ കടകളിലൊക്കെ വളരെ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കടകളും, അതായത് പല ഹോട്ടലുകളും അത് അതിന്റെ സ്ഥിതിഗതികൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ്. ചില കടകളൊക്കെ ഇതിനോടകം തന്നെ വിറകടുപ്പുകളിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ്. എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യം? എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സിലിണ്ടർ കിട്ടാനുള്ള യാതൊരു മാർഗവും ഇല്ല. ഇന്നത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഇന്നത്തോടു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നാളെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ ഹോട്ടലുകൾ ഇന്ന് മുതൽ ഒരു 30% ഹോട്ടലുകൾ അടച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഹോട്ടലുകൾ 1-2 ദിവസം കഴിഞ്ഞാൽ എല്ലാം അടക്കേണ്ട ഒരവസ്ഥയിലാണുള്ളത്. അപ്പം ഈ ഭരണകർത്താക്കൾ എന്താണ് ഇതിനൊരു പോംവഴി എന്നുള്ളത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഉള്ളതായിട്ട് നമ്മളെ അറിയിച്ചു? ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതായിട്ട് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പഴയ രീതിയിലേക്കുള്ള ഒരു വിറകടുപ്പ് ആ സംവിധാനത്തിലേക്ക് മാറാൻ ഹോട്ടലുകൾക്ക് ഒരിക്കലും സാധിക്കില്ല. അപൂർവം ചില ഹോട്ടലുകൾ മാത്രമാണ് ആ ഒരു രീതിയിൽ ഇന്ന് നടന്നു പോകുന്നത്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശനിയാഴ്ച വിളിച്ചറിയിക്കുകയാണ് എങ്കിൽ ചൊവ്വാഴ്ചയായെങ്കിൽ പോലും സിലിണ്ടറുകൾ എത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്നൊരു ദിവസം കൂടി, ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഇന്നൊരു ദിവസം കൂടി ഇവരുടെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട്. നാളെ എന്തായിരിക്കും, അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്കായിരിക്കുമോ പോകുക എന്ന രീതിയിലേക്കാണ് ഇപ്പോഴും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ, ബാംഗ്ലൂർ എന്നുള്ള നഗരങ്ങൾക്കൊക്കെ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്ന ഹോട്ടലുകാർ പറഞ്ഞിരിക്കുന്നത് ഈ എത്രത്തോളം സിലിണ്ടറുകൾ ബാക്കിയുണ്ടോ അത്രത്തോളം നടത്തുക, അതിനുശേഷം അടച്ചിടുക, ഈ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് എങ്കിൽ അത് കേരളത്തിലെ അടുക്കളകളെ പൂർണ്ണമായിട്ടും ബാധിക്കും. അത് വാണിജ്യ മേഖല തന്നെ അത് നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, വ്യവസായ മേഖല തകർന്നു പോകുന്ന ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. കൊച്ചിയിൽ നിന്നും ഹരികൃഷ്ണനൊപ്പം ആൻമരിയ സണ്ണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.